സിപിഐഎമ്മും പിണറായി വിജയനും കെ.എം. ഷാജിയോടും കേരളത്തോടും പരസ്യമായി മാപ്പു പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കെ.എം. ഷാജിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച സിപിഐഎമ്മിനും ഇഡിക്കും മുഖമടച്ചു കിട്ടിയ അടിയാണ് സുപ്രീം കോടതി വിധി. നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് കണക്കിന് കിട്ടിയതാണ്. സുപ്രീം കോടതിയും ഷാജിയുടെ നിരപരാധിത്വം ശരിവെച്ചു. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന പ്രതികാര രാഷ്ട്രീയം ഇനിയെങ്കിലും സിപിഐഎം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജിലൻസ് രേഖപ്പെടുത്തിയ 54 പേരുടെ മൊഴികളിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഷാജി പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പണം വാങ്ങിയെന്നും മൊഴി നൽകിയിട്ടുണ്ടോ? അത്തരം ഒരു മൊഴി ഉണ്ടെങ്കിൽ അത് കാണിക്കൂ. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു, വാങ്ങി തുടങ്ങിയ മൊഴികളല്ല വേണ്ടത്. ഇത് അനുവദിച്ചു തന്നാൽ ഏത് രാഷ്ട്രീയക്കാരന് എതിരെയും എന്ത് കേസും രജിസ്റ്റർ ചെയ്യാൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതിന് തുല്യമാകും. എന്ത് തരം കേസാണിതെന്നും അദ്ദേഹം ചോദിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.